കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വചനം കേട്ട് ദൈവരാജ്യ ചിന്തയോടെ പ്രത്യാശയോടെ ജീവിക്കുന്ന നമുക്കൊരു അനുഗ്രഹമല്ലേ. യോഹന്നാൻ വിളിച്ചൊന്ന് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുക. യേശു പറഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുക. പൗലോസ്ലീഹയുടെ പ്രസംഗ വിഷയം ദൈവരാജ്യ പ്രസംഗം. നമ്മൾ ഈ ഭൂമിയിൽ അന്യന്മാരാണ്, വന്നു പാർക്കുന്നവരാണ്. നമ്മുടെ സ്വന്തം ദേശം സ്വർഗരാ പ്രത്യാശ നമ്മളുണ്ടായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു യെരൂശലേം തലസ്ഥാന നഗരിയാക്കി ഈ ഭൂമിയിൽ ഭരിക്കുമ്പോൾ തൻ്റെ കൂടെ ഭരിക്കുന്നവരാണ് തൻ്റെ സഭ, വിശുദ്ധന്മാർ, കർത്താവിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവ മക്കൾ. അവൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കും. ഞാൻ അതിനുള്ള അനുബന്ധത്തിൽ 4 വേദവാക്യങ്ങളുടെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഞാനിവിടെ വായിക്കും കേട്ടോ. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും, ലോകത്തെ ഭരിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അത് പൗലോസ് പറഞ്ഞിരിക്കുന്ന ഈ 2 യോഹന്നാൻ കണ്ട കാര്യം കേട്ടോ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. അപ്പൊ ന്യായാസനങ്ങളെ കണ്ടു, അപ്പൊ ന്യായാസനങ്ങൾ ഇരിക്കുന്നു. ഇനി വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഞാൻ വായിക്കാം കേട്ടോ. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പാട്ട്, പുതിയ പാട്ട് അവർ പാടുന്നു. അവർ ഭൂമിയിലാണ് വാഴുന്നത്. 1000 ആണ്ട് ഈ ഭൂമിയെ കർത്താവും തന്റെ സഭയും ഭരിക്കും എന്നാണ് ഈ 3 വേദവാക്യം നമ്മൾ മനസ്സിലാക്കി. ഇനി 4-ാമത് നമുക്കൊരു വേദവാക്യം, അത് എവിടെ ഇരുന്നാണ് ഭരിക്കുന്നത് വായിക്കും കേട്ടോ. കർത്താവിന്റെ സ്തോത്രം. അപ്പോ ഇവിടെ മത്തായി ശേഷം 5-ാം അധ്യായം 24-ാം വാക്യം, ഞാനോ നിങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത്, സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിന്റെ സിംഹാസനം, ഭൂമിയെ കൊണ്ടരുത്, അത് അവന്റെ പാദപീഠം, യെരൂശലേമിനെ കൊണ്ടരുത്, അത് മഹാരാജാവിന്റെ നഗരം. അപ്പൊ യെരൂശലേം മഹാരാജാവിന്റെ നഗരമാണ്. ആ യെരൂശലേമിൽ ഇരുന്നു കൊണ്ടാണ് യേശു ഈ ലോകത്തെ വിശുദ്ധന്മാരോട് ഒരുമിച്ച് പറയണത്. പിന്നെ അതിന്റെ വേറെ യിരെമ്യാ പ്രവചനം 3-ാം അധ്യായം 17-ാം വാക്യം ഞാൻ വായിക്കാം. ആ കാലത്ത് യെരൂശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും, സകല ജാതികളും അവിടേക്ക് യെരൂശലേമിലേക്ക് തന്നെ യഹോവയുടെ നാമനിമിത്തം വന്നു ചേരും. അപ്പൊ യെരൂശലേം തലസ്ഥാന നഗരിയാക്കി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയെ 1000 ആണ്ട് ഭരണം നടത്തും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 21-ാം അധ്യായത്തില് 6 പ്രാവശ്യം പറയുന്നുണ്ട് 1000 ആണ്ട്, 1000 ആണ്ട്, 1000 ആണ്ട്. അപ്പൊ ഇങ്ങനെ ഭരണം നടത്തുമ്പോൾ അവരോട് ഒരുമിച്ച് ഭരണകർത്താക്കളായി തീരുമെന്നതാണ് തന്റെ സഭ എന്ന് പറഞ്ഞത്. രക്തം കൊണ്ട് പൗലോസ്ലീഹ അപ്പോസ്തലപ്രവൃത്തി പറഞ്ഞ കർത്താവായ യേശു സ്വന്തം രക്തം കൊണ്ട് സമ്പാദിച്ച ദൈവസഭ, ആ ദൈവസഭ അവരോടുകൂടി ഭരണം നടത്തും. സിംഹാസനങ്ങളിൽ ഇരുന്ന് അപ്പോസ്തലന്മാര് ഇസ്രായേലിനെ ഭരിക്കും. അങ്ങനെ വിവിധ വാഗ്ദത്തങ്ങൾ വേദോസത്തിലെ പല ഭാഗങ്ങളിലും കിടപ്പുണ്ട്. എല്ലാം നമുക്ക് വായിക്കാൻ സമയമില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ദൈവസഭ ഇവിടെ കറയും കളങ്കവും വാട്ടവും മാലിന്യവും ചുളുക്കവും ഇല്ലാത്തവരായി നിൽക്കണമെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അതിന്റെ സത്യസന്ധതയും വിശ്വസ്തതയും അതിന്റെ മാന്യതയും മാതൃകയും ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ ഈ ഭൂമിയിലെ വാസം കഴിച്ചിട്ട് സ്വർഗരാജ്യത്ത് കർത്താവിനോട് ഒരുമിച്ച് നമ്മൾ ശോഭിക്കുകയുള്ളൂ. ആ സന്തോഷകരമായ ഭാഗ്യകാലം പോലും പറയുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, അത് ക്ഷണം നേരത്തേക്കുള്ളൂ. അവിടെ ഭാവിയിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അത്ര മനോഹരമായ ഒരു കാലവും ജീവിതവും ശോഭനമായൊരു ഭാവിയും നമുക്ക് കർത്താവാൻ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അവകാശികളായി നമ്മൾ തീരുവാൻ വേണ്ടിയാണ് യേശു കാൽവരി നമുക്ക് യാഗമായിട്ട്. യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു, ന്യായാസനങ്ങൾ ഇരിക്കുന്നത് ഞാൻ കണ്ടു. പൗലോസ് വിശുദ്ധന്മാർ ലോകത്തെ വാഴും, ഭരണം നടത്തും. അതെ, വെളിപ്പാട് 5-ാമത്തെ വായിച്ചു, അത് ഭൂമിയിലാണ് അവരെ വാഴുന്നത്. പറഞ്ഞ യെരൂശലേം മഹാരാജാവിന്റെ നഗരമാണ്. യിരെമ്യാ പറഞ്ഞ ആ കാലത്ത് യെരൂശലേമിന് യഹോവയുടെ ദൈവത്തിന്റെ സിംഹാസനം എന്ന് പേരാകും. അപ്പൊ ഇങ്ങനെ ഒരു ഭാവിയിൽ ഇത്രയും അധികാരവും പവറും എല്ലാം ഉള്ള ഒരു അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ സഭ, ക്രൈസ്തവ സഭ, ക്രിസ്തു വിശ്വാസികൾ, അവരെത്രയും ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഭൂമി ജീവികൾ ജനിച്ചു നോക്കുകയും
അവരെപ്പോഴും നല്ലൊരു നിഷ്കളങ്കമായ ഒരു മനസ്സിന്റെ ഓഹരിക്കാരായിരിക്കണം. ഈ പേർഷ്യൻ രാജാക്കന്മാരുടെ ചരിത്രത്തില് ഒരു രാജകുമാരനെ പറ്റി പറയുന്നുണ്ട്. ഇത് ആശാൻ കളരി, നമ്മുടെ ഇപ്പോഴത്തെ രീതി പറഞ്ഞ ആശാൻ വളരെ കാലത്ത് ഇപ്പൊ അംഗൻവാടി ഒക്കെ ആണല്ലോ. ആശാൻ കളരിയിൽ അവനെ വിദ്യാഭ്യസിപ്പിക്കാൻ കൊണ്ടുവിട്ട കാലഘട്ടം. അവൻ മാന്യമായി പഠിക്കുന്നു, എല്ലാവരോടും നന്നായി പെരുമാറുന്നു, നല്ല സ്വഭാവ ഗുണമുള്ള ഒരു രാജകുമാരൻ. അവന്റെ വിദ്യാഭ്യാസ കാലത്തിന് പകുതിയായപ്പോ ഒരു ദിവസം ഈ ഗുരു അവനെ പിടിച്ച 2 അടി വെച്ചു കൊടുത്തു. നല്ല അടിയാണ്, നന്നായി നൊന്തു. അപ്പൊ ഈ അടി കൊണ്ടെങ്കിൽ അവനൊന്നും മിണ്ടിയില്ല, ഗുരു ഒന്നും മിണ്ടില്ല. അങ്ങനെ വീണ്ടും അവൻ പഠിച്ചു മിടുക്കനായി വന്ന് അവന്റെ പഠനകാലം കഴിഞ്ഞപ്പോ രാജകുമാരനല്ലേ, അപ്പൊ രാജാവ് ഒരു സ്നേഹ വിരുന്നൊക്കെ നടത്തി അവനെ ആശാങ്കളരിയിൽ നിന്ന് കൊണ്ടുപോകാനുള്ള പദ്ധതി എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോ അവന്റെ തിരിച്ച് രാജകൊട്ടാരത്തിലേക്കുള്ള മടക്കയാത്രയുടെ സമയമാകാറായപ്പോ ഈ ഗുരുവിനെ വിളിച്ച് ചോദിച്ചു, വളരെ രഹസ്യമായിട്ട് ചോദിച്ചു, ഗുരു എന്നെ അന്ന് എന്തിനാ തല്ലിയത്? 2 അടി എന്നെ കെട്ടടിച്ചില്ല, ഞാൻ പഠനത്തിൽ മോശമല്ല, അനുസരണക്കേട് കാണിച്ചിട്ടില്ല, മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടില്ല, എല്ലാം മാതൃകയായിരുന്നു, എന്നെ എന്തിനാ ഗുരു അങ്ങനെ തല്ലിയേ? അപ്പൊ ഗുരു അവനെ രഹസ്യമായ ഒരു സ്ഥലത്ത് വിളിച്ചോണ്ട് വെച്ച് പറഞ്ഞു, മനെ, നീ രാജാവാകുമ്പോ ഭരണരംഗത്ത് വരുമ്പോ അനേക കേസുകൾക്ക് വിധി പ്രസ്താവിക്കേണ്ടി വരും, അനേക പ്രശ്നങ്ങളുമായി വരുന്നവരെ മധ്യസ്ഥ പറഞ്ഞ് യോജിപ്പിക്കേണ്ടി വരും. അങ്ങനെ ഉത്തരവാദിത്തമുള്ള സ്ഥാനത്ത് നീ ഇരിക്കുമ്പോൾ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടാൽ അവന്റെ വേദന എന്തുമാത്രം ഉണ്ടെന്ന് ഈ വിദ്യാഭ്യാസ കാലങ്ങളിൽ നീ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയാണ് നിന്നെ തല്ലിയത്. അവനത് കേട്ടപ്പോൾ വലിയൊരു സന്തോഷമായി പോയി. കാരണം അവനാ പഠിച്ച ഏറ്റവും വലിയ വിദ്യ, നല്ല വിദ്യ. കാരണം ഏതെങ്കിലും ഒരു വിധി പ്രസ്താവിച്ചു കഴിയുമ്പോൾ നിരപരാധി ജയിലിൽ പോകേണ്ടി വന്നാലോ, അല്ലെങ്കിൽ ഒരു നിരപരാധി അതിന്റെ നഷ്ടം സഹിക്കേണ്ടി വന്നാലോ എന്തൊരു വേദനയായിരിക്കും. തെറ്റ് ചെയ്യാതെ ജയിലിൽ പോയി കിടന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പേപ്പർ വായിക്കല്ലേ, 10 കൊല്ലം കഴിയുമ്പോഴാണ് ജയിൽവാസം കഴിഞ്ഞപ്പോൾ നിരപരാധിയാന്ന് തെളിഞ്ഞ് വെറുതെ ഒന്ന് ആയുസ് പോകുന്ന എന്തുമാത്രം ആൾക്കാരുടെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നിന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി, നീ നീതിയുള്ള ഒരു ന്യായാധിപതി ആയിരിക്കുവാൻ വേണ്ടി, ന്യായം തിരിച്ചറിയുന്നവനാകുവാൻ വേണ്ടിയാണ് ഞാൻ 2 അടി നിനക്ക് തന്നത്. അപ്പൊ 2 അടിയുടെ വില ഭയങ്കരമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമകൾക്ക് മാത്രമേ നല്ല ഭരണം നടത്താൻ കഴിയുള്ളൂ. നമ്മുടെ കർത്താവായ യേശു യെരൂശലേം തലസ്ഥാന നഗരിയാക്കി ഈ ഭൂഗോളത്തെ ഭരിക്കുന്ന കാലം എത്ര മനോഹരമായിരിക്കും. അന്ന് കൈക്കൂലിയില്ല, അന്ന് മർദ്ദനമില്ല, അന്ന് കോടതിയില്ല, കേസുകളില്ല, തമ്മിത്തല്ലില്ല, ഉഴക്കില്ല, കാലാവസ്ഥ അനുകൂലമായിരിക്കുന്നു, ഭൂമി ഫലഭൂയിഷ്ടമായിരിക്കുന്നു, മൃഗസമ്പത്ത് നന്നായിരിക്കുന്നു, സസ്യങ്ങൾ നന്നായി, എല്ലാ നിലയിലും ആ മനോഹരമായ കാലത്ത് ഭരണം നടത്തേണ്ടുന്ന ആ ദൈവമക്കൾ ഇപ്പോൾ തന്നെ അവർ നിഷ്കളങ്കരായിരിക്കണം, കളങ്കമില്ലാത്തവരായിരിക്കണം, അവർ വാട്ടമില്ലാത്തവരായിരിക്കണം, അവർ മലിനതയില്ലാത്തവരായിരിക്കണം. അതന്നെയല്ല, അതവരുടെ ജീവിതം കൊണ്ട് ലോകത്തിന് തെളിയിക്കണം. അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. പ്രസംഗം കൊണ്ടല്ല, ജീവിതം കൊണ്ട് തെളിയിക്കണം. നമ്മുടെ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന ശേഷൻ ഒരിക്കൽ ഗുജറാത്തിൽ കൂടി ഒരു ടൂറ് പോയതായൊരു ചരിത്രം വായിച്ചു. അപ്പൊ അദ്ദേഹത്തിന് പോലീസ് അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം ഗുജറാത്തിൽ പോകുമ്പോൾ അതൊരു വിജനമായ ഒരു സ്ഥലത്തുകൂടി യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു തെങ്ങിൻ തോട്ടം കണ്ടു. ആ തെങ്ങിൻ തോട്ടത്തിലെ തെങ്ങിന്റെ ഓലയിൽ മനോഹരമായ കുരുവിക്കൂടുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. ആ തെങ്ങിന്റെ ചുവട്ടിലെല്ലാം ഈ കുരുവിക്കൂടുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോ അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് ഒരു ആഗ്രഹം തോന്നി, 2 കുരുവിക്കൂട് കിട്ടിയാൽ കൊള്ളാം. അപ്പൊ അത് അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അവിടെ കാലികളെ മേയ്ക്കുന്ന ഒരു പയ്യന്റെ അടുത്ത് ഒരു പോലീസുകാരനെ 10 രൂപയും കൊടുത്ത് പറഞ്ഞു വിട്ടു. അത് ഈ 10 രൂപ കൊടുത്തിട്ട് ആ പോലീസുകാരനോട് പറഞ്ഞു, ആ കാലികളെ മേയ്ക്കുന്ന പയ്യനോട് പറഞ്ഞു, 2 കുരുവിക്കൂട് എടുത്തു തരണം എന്ന് പറഞ്ഞു. അപ്പൊ 2 കുരുവിക്കൂട് എടുത്തു തരണം. അവൻ പറഞ്ഞു, ഞാൻ തരില്ല സാറേ എന്ന് പറഞ്ഞു. ഞാൻ കുരുവിക്കൂട് എടുത്തല്ല എന്ന് പറഞ്ഞു. ചേട്ടനോട് വിവരം പറഞ്ഞപ്പോ പൈസയുടെ കുറവുകൊണ്ടായിരിക്കും ചേട്ടൻ അന്ന് 50 രൂപ കൊടുത്തു വിട്ടു. ഈ 50 രൂപ മേടിച്ചിട്ട് അവൻ ഈ കുരുവിക്കൂട് തരുമെന്ന് വിശ്വസിച്ച് 50 രൂപ കൊടുത്തപ്പോ പറഞ്ഞു, സാർ എത്ര രൂപ തന്നാലും ഞാൻ ആ കുരുവിക്കൂട് എടുത്തു തരികയില്ല സാറേ എന്ന്. പണ്ട് ശേഷം തന്നെ നേരിട്ട് എന്ന പയ്യനോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഈ കുരുവിക്കൂട് തരാത്തത്? അപ്പൊ പോലീസുകാരൻ പറഞ്ഞു, ഇയാൾ വലിയ സാറാണ്, സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ അർഹിക്കുന്നയാളാണ്, അധികാരമുള്ളയാളാണ്, ഇങ്ങനെ എല്ലാം പറഞ്ഞെങ്കിലും ഈ കാലികളെ നോക്കുന്ന പയ്യൻ പറഞ്ഞു, ഞാൻ ആ കുരുവിക്കൂട് എടുത്തു തരികയില്ല. അപ്പോൾ ചേട്ടൻ അതിന്റെ കാരണം ചോദിച്ചപ്പോൾ അതിലെ അമ്മ കിളികൾ
തീറ്റ നേടാൻ പോയിരിക്കുക, ഭക്ഷണം നേടുവാൻ വേണ്ടി പോയിരിക്കുക. ഒരു 4 മണി 5 മണിയോട് കൂടി അവർ ഭക്ഷണമായി മടങ്ങി വരുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളും ആ കൂടും കണ്ടില്ലെങ്കിൽ അതുങ്ങൾ അതിൽ നടന്ന് നിലവിളിച്ച് നടക്കുന്ന നിലവിളി കേൾക്കുവാൻ സാറേ എനിക്ക് ശക്തിയില്ല, എൻ്റെ മനസ്സിനുള്ള കട്ടിയില്ല. കാരണം അവർ തീറ്റയായിട്ട് വരുമ്പോൾ, അമ്മക്കിളികൾ തീറ്റയായിട്ട് വരുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെയും കൂടും കണ്ടിന് എന്തോരം നിലവിളിച്ചുകൊണ്ട് ഇതിൽ പറന്നവർ അലഞ്ഞു നടക്കുമ്പോൾ ആ വേദന കാണുവാൻ എൻ്റെ മനസ്സിന് കട്ടിയില്ല. അതുകൊണ്ട് സാർ എന്തെല്ലാം തന്നാലും ഞാൻ ആ കുരുവിക്കൂടെ ഇഴുത്തു തരികയില്ല എന്ന് പറയാനിടേ. അപ്പോൾ ആ ചേട്ടൻ മനസ്സിലാക്കി, എൻ്റെ ദൈവമേ, ഇത്രയും നിഷ്കളങ്കമായൊരു മനസ്സിന്റെ ഉടമയാണല്ലോ ഈ കാലുകളിയെ നോക്കുന്ന പയ്യൻ എന്ന് പറയുവാനും അവന് വേണ്ട എല്ലാ ബഹുമാനങ്ങളും സമ്മാനങ്ങളും കൊടുക്കുവാനും കിരുവിക്കൂടെ വേണ്ടാതെ പറഞ്ഞവരെ സന്തോഷത്തോടെ മടങ്ങിപ്പോരുവാനിടയാ താങ്കളുടെ മനസ്സ് മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു നിഷ്കളങ്ക മനസ്സിന്റെ ഉടമയാണ് നമ്മളെന്ന് ഈ യോഗ ജീവിതം കൊണ്ട് തെളിയിച്ച് ആ സ്വർഗരാജ പൗരന്മാരായി ഭൂമിയിൽ ഭരണം നടത്തുന്ന കാലങ്ങളെ നമ്മളൊന്ന് ഭാവനയിൽ കാണാതെ നമുക്ക് തരുവാൻ വേണ്ടിയാണല്ലോ മനുഷ്യവേഷത്തിൽ ഭൂമിയിൽ വന്ന് കാൽവറിയിലേക്ക് ക്രൂശുമായി പോയി 2 കള്ളന്മാരുടെ നടുവിൽ ശംഖ് തകർന്ന ഹൃദയം തുടങ്ങി വേദനയാൽ വരഞ്ഞ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്ന യേശുനാഥനെ. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ഓർക്കണമേ, നമ്മൾ ചിന്തിക്കണം കേട്ടോ. കർത്താവിന് സ്തോത്രം. അതിനല്ല, എന്തെല്ലാം കേട്ടാലും നമുക്ക് തന്നെ ഒരു വിചാരമുണ്ട്. ഞാനൊരു റഷ്യൻ നാടോടി കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷേ ഒരു മഹാപണ്ഡിതനായ ഒരു മനുഷ്യനുണ്ടാകും. ഏതൊരു കാര്യം ചെന്നാലും അയാളുടെ നിസ്സാരം തീർത്തു കളി. അപ്പൊ ഈ പണ്ഡിതനെ ഒന്ന് കളിയാക്കുവാൻ വേണ്ടി കുറച്ച് കോളേജ് പിള്ളേരെ ഒരു ചെറിയ പക്ഷിക്കുഞ്ഞിനെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങളുടെ ഈ കൈക്കുള്ളിലിരിക്കുന്ന പക്ഷിക്കുഞ്ഞ് ഇത് ചത്തതാണോ ജീവനുള്ളതാണോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ കണ്ടു, ചത്തതാണെന്ന് പറഞ്ഞാൽ അവർ കൈ കൊടുത്തുമ്പോ കുഞ്ഞ് പറക്കും, ജീവനുണ്ടെന്ന് പറഞ്ഞാൽ അവർ പതുക്കെ ഒന്ന് ഞെക്കുക, കുഞ്ഞ് ചത്തുപോകും. അപ്പൊ എന്ത് പറഞ്ഞാൽ അവിടെ പരാജയമാണ് എന്ന പണ്ഡിതനായ മനുഷ്യൻ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ചോദിച്ചു, മക്കളെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ പക്ഷിക്കുഞ്ഞ് നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അതാണ്. അത് ജീവനുള്ളതാണെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ജീവനുണ്ട്, ചത്താണെന്ന് ആഗ്രഹിച്ചത് ചത്തതാണ്. അപ്പൊ നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അതാണ് ആ പക്ഷിക്കുഞ്ഞെന്ന് പറയുവാനും ആ പണ്ഡിതന് മുമ്പിൽ പിള്ളേര് പരാജയപ്പെട്ടു പോകുവാനാണ്. ഇതുപോലെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഞാൻ എന്തായിരിക്കണം, ഞാനൊരു ദൈവത്തിന്റെ പൈതലായി, ഒരു സ്വർഗീയനായി, കർത്താവിന്റെ മകനായി മകളായി ജീവിക്കണമോ എന്ന് സ്വയം തീരുമാനിച്ച് നമ്മുടെ ജീവിതം വിജയമാക്കിയെടുക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം. തൽക്കാല ലാഭത്തിന് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബഹുമാനത്തിന് വേണ്ടിയും നമ്മൾ വളവോ കളവോ തിരുവോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതേ ശ്രേഷ്ഠമേറുന്ന ദൈവരാജ്യത്തെ നമുക്ക് എന്തൊരു ഭീമമായ നഷ്ടമാണ് വരാൻ പോകുന്നതെന്ന് അതറിയാൻ പാടില്ലാത്തതുകൊണ്ട് അങ്ങനെ വരരുത്. നമ്മുടെ കർത്താവായ യേശു യെരൂശലേം തലസ്ഥാനത്തേക്ക് പോയി 1000 ആണ്ട് ഭരിക്കുമ്പോ സിംഹാസനങ്ങളിൽ, അതേ യോഹന്നാൻ പറയാണ്, ഞാൻ ന്യായാസനങ്ങളെ കണ്ടതിരിക്കുന്നൊക്കെ ന്യായയുടെ അധികാരം കൊടുത്തു. പൗലോസ് പറയാണ്, വിശുദ്ധന്മാർ ലോകത്തെ ഭരിക്കും. അതെന്നെയുള്ള വെളിപ്പാട് 5:10. അവർ ഭൂമിയിൽ വാഴും. കർത്താവ് പറഞ്ഞ യെരൂശലേം മഹാരാജാവിന്റെ നഗരം. യിരെമ്യാവ് പറഞ്ഞു, ആ കാലത്ത് യെരൂശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. അങ്ങനെ കർത്താവായ യേശു യെരൂശലേം തലസ്ഥാന നഗരിയാക്കി ഈ ഭൂമിയെ ഭരിക്കുന്ന കാലം എത്ര മനോഹരമായ കാലമാണ്. അത് തന്റെ മക്കൾ ഭരണകർത്താക്കന്മാരായിരിക്കും. ഇന്ന് രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട സഭ തങ്ങളുടെ ഭാവി പ്രത്യാശയും ഭാവി ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോ എത്രയോ സന്തോഷമാണ്. പ്രിയമുള്ളവരെ, ആ സന്തോഷം നമ്മുടെ കണ്ടെത്തി കളയാൻ ഒരിക്കലും നമ്മൾ സാത്താനെ അനുവദിക്കരുത്. ഞാൻ എഴുതിയൊരു പാട്ട് പാടി ഞാൻ അവസാനിപ്പിക്കാം. കർത്താവിന്റെ സ്തോത്രം. തങ്കത്തിന്റെ തളികയതിൽ മിന്നി വിളങ്ങുന്ന അരങ്ങ പോലെ നല്ലൊരു സന്ദേശം, രക്ഷാ സന്ദേശം നൽകി നാഥൻ സുന്ദരമായ വാക്കുകള ലോകത്തിന്റെ രക്ഷയ്ക്കായി. ഇത്ര മനോഹരമാക്കുക. അതിന്റെ വാക്കുകൾ ലാവണ്യ വാക്കുകളായിരുന്നല്ലേ നമ്മൾ വായിക്കുന്നത് കേട്ടോ. യൂതന്മാരവർ കേട്ടില്ല, ആലയവാസികൾ കണ്ടില്ല, ഗവനിച്ചില്ല റോമൻ ഭരണം, സ്വർഗം വിട്ട് നാടിറങ്ങി വന്നവനെ ലോകത്തിന്റെ രക്ഷകനെ. യൂതന്മാരോ റോമൻ ഭരണാധികാരികളോ അവനെ മാനിച്ചില്ല കേട്ടോ. യൂതന്മാരും റോമാക്കാരും ചേർന്നപ്പോ അണിയടിച്ചു മേനിയതിൽ തൂക്കി ക്രൂശിൽ യേശുവിനെ. ഇതൊന്നും കേൾക്കാതെ അവര് ക്രൂശിൽ യേശുവിനെ തൂക്കി.
കള്ളന്മാരുടെ നടുവിൽ തന്നെ തൂക്കി ക്രൂശേശുവിനെ റോമാക്കാരാം ഭരണക്കാർ തുള്ളിച്ചാടി സാത്താന്മാർ പാതാളത്തിൻ തെരുവുകളിൽ. സാത്താൻ വിചാരിച്ചു ഇതുകൊണ്ടെല്ലാം പണി തീർന്നു, ഇനി യേശു എന്ന നാമമോ യേശുവിന്റെ പേരോ യേശു ഭൂമിയിൽ കാണുകയില്ല, എല്ലാ നിലയിലും വിജയമായി എന്ന് വിചാരിച്ച സാത്താൻ അതേ പാതാളത്തിൽ തുള്ളിച്ചാടി. നോക്കണമേ, റോമൻ മുദ്ര മാറിപ്പോയി, സാത്താന്മാരും ഞെട്ടിപ്പോയി. മൂന്നാം നാളിൽ ഉയർത്തല്ലോ, ലോകം മുഴുവൻ തെരുവുകൾ തോറും കേൾക്കട്ടെ, സ്വർഗം തന്നൊരു മാനത്തെ ഉടയവൻ എരുളിയ വചനങ്ങൾ. മൂന്നാം നാളിൽ ഉയർത്തല്ലോ, ലോകം മുഴുവൻ തെരുവുകൾ തോറും കേൾക്കട്ടെ, സ്വർഗം തന്നൊരു ദാനത്തെ ഉടയവൻ അരുളിയ വചനങ്ങൾ. അവിടെ അരുളിയ വചനങ്ങൾ അതേ ലോകം മുഴുവൻ മുഴുകി കേൾക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹം മാറ്റിയെടുക്കുക. കർത്താവ് നന്ദിയോടെ സ്തോത്രം. എൻ്റെ സഭ നോർത്ത് പറവൂര IPC പ്രേര എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മുതൽ 12 വരെ ആരാധനയുണ്ട്. കർത്താവിന്റെ തിരുമേശയോടുകൂടി ആരാധനയായിരിക്കും. എല്ലാ ഞായറാഴ്ചയും കർത്തൃമേശയുടെ ആരാധനയാണ്. അവിടെ കടന്നു വന്നാൽ ആരാധനയിലും പ്രാർത്ഥന നിങ്ങൾക്ക്. എൻ്റെ നമ്പർ 93 870 14 899. ഒരിക്കൽ പറയാം, 93 870 14 899. KV തോമസ്, നോർത്ത് പറവൂരാണ്. ആരാധനയിൽ സംബന്ധിക്കാം, പ്രാർത്ഥന സംബന്ധിക്കാം. വിളിച്ചാൽ കൂടുതൽ ബൈബിൾ സംബന്ധമായ അറിവുകൾ പകർന്നു തരും. അതിനായി ജനമനസ്സൊരുങ്ങട്ടെ. ദൈവരാജ്യത്തിൽ നല്ല പ്രത്യാശയോടെ മിന്നും താരങ്ങളായി ശോഭിക്കുവാൻ ഈ വചന കേൾവിയാൽ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്.